എല്ലാ കൂട്ടുകാർക്കും ഡോക്ടർ BR ഡിജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ നീലി ചിടിയ എന്ന കവിതയാണ്. കവിതയുടെ പേര് നീലി ചിടിയ. കവിയുടെ പേര് ഹരിവംശ റായ് ബച്ചൻ. കവിതയുടെ പേര് നീലി ചിടിയ. കവിയുടെ പേര് ഹരിവംശ റായ് ബച്ചൻ. നീലി ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പക്ഷി. നീലി, നീലി, നീല, എന്താണ്? നീല, നീല നിറം. അപ്പം നീലി ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല നിറത്തിലുള്ള പക്ഷി. അപ്പം കവി കണ്ട ആ നീല നിറത്തിലുള്ള പക്ഷി, ആ പക്ഷിയുടെ പ്രത്യേകത എന്നൊക്കെയാണ് നമ്മൾ ഈ കവിതയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അധികം വൈകാതെ നമുക്ക് കവിതയിലോട്ട് പോവാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് കവിത മനസ്സിലാക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുക, മറ്റു കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് പോവാം. കവിതയുടെ പേര് നീലി ചിടിയ, ഹരിവംശ റായ് ബച്ചൻ. നീലെ ആസുമാൻ സേ ഉദരി, നീലെ ആസുമാൻ സേ ഉദരി, നീലി ഏക് നിരാലി ചിടിയ, ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. അപ്പോൾ നമുക്ക് ഈ വരികളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നീലെ ആസുമാൻ സേ ഉദരി, നീലെ ആസുമാൻ, നീലെ നീല രംഗ്, അതായത് നീല നിറം. ആസുമാൻ, ആസുമാൻ ആകാശം. നീലെ ആസുമാൻ സേ ഉദരി, ഉദർന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദർന ഇറങ്ങുക. നീലെ ആസുമാൻ സേ ഉദരി, നീല ആകാശത്തിൽ നിന്നും ഇറങ്ങി. ആരാണ് ഇറങ്ങിയത്? നീലി ചിടിയ. നീലി ഏക് നിരാലി ചിടിയ, നീലി ഏക് നിരാലി ചിടിയ. നീലി നീല നിറത്തിലുള്ള ഏക്, എന്ന് പറഞ്ഞാൽ ഒന്ന്. നിരാലി ചിടിയ, നിരാലി എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്രമായ ഒരു ചിടിയ, ചിടിയ പക്ഷി. അപ്പം നീലെ ആസുമാൻ സേ ഉദരി, നീലി ഏക് നിരാലി ചിടിയ. അപ്പം നീല ആകാശത്തിൽ നിന്നും ഇറങ്ങി. ആരാണ് ഇറങ്ങിയത്? നീലി ഏക് നിരാലി ചിടിയ, നീല നിറത്തിലുള്ള ഒരു വിചിത്രമായ പക്ഷി. ഗാത്തി ഉടനെ വാലി ചിടിയ. ഗാത്തി, ഗാന എന്ന് പറഞ്ഞാൽ എന്താണ്? പാടുക. ഗാത്തി എന്ന് പറഞ്ഞാൽ പാടി. ഉടനെ വാലി ചിടിയ, ഉടന എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുക. ഗാത്തി ഉടനെ വാലി ചിടിയ. അപ്പം പാടിക്കൊണ്ട് പറക്കുന്ന ഒരു പക്ഷി. ആ നീല പക്ഷിയുടെ പക്ഷി എന്താണ് ചെയ്യുന്നത്? പാടിക്കൊണ്ട് പറക്കുകയാണ്. ഉടുത്തി ഗാനെ വാലി ചിടിയ, പിന്നെ പറന്നുകൊണ്ട് പാടുകയാണ്. പാടിക്കൊണ്ട് പറക്കുന്നു, പറന്നുകൊണ്ട് പാടുന്നു, അല്ലേ? ആരാണ് പാടിയത്? നീലി ചിടിയ. അപ്പൊ ആ വരിയുടെ അർത്ഥം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. നീലെ ആസുമാൻ സേ ഉദരി, നീലി ഏക് നിരാലി ചിടിയ, നീല ആകാശത്തിൽ നിന്നും ഇറങ്ങി. നീലി ഏക് നിരാലി ചിടിയ, നീല നിറത്തിലുള്ള ഒരു വിചിത്രമായ പക്ഷി നീലാകാശത്തിൽ നിന്നും ഇറങ്ങി എന്നാണ് കവി പറയുന്നത്. ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. ആ പക്ഷി പാടിക്കൊണ്ട് പറക്കുകയായിരുന്നു, അല്ലെ? പറക്കുന്ന പക്ഷിയാണ്, പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ, പറന്നുകൊണ്ട് പാടുന്ന പക്ഷി. അപ്പൊ മനസ്സിലായല്ലോ? അടുത്ത വരി. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ. ഇസ് ഫുൻഗി സേ, ഇസ് എന്ന് പറഞ്ഞാൽ ഇത്. ഇസ് ഫുൻഗി, ഫുൻഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ലയുടെ അറ്റം, ഒരു ചില്ലയുടെ അറ്റം. ചില്ലയുടെ അറ്റത്തിനെയാണ് ഫുൻഗി എന്ന് പറയുന്നത്. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ. അപ്പോൾ ഒരു ചില്ലയുടെ അറ്റത്തിൽ നിന്നും മറ്റൊരു ചില്ലയിലോട്ട്, ഈ ചില്ലയിൽ നിന്നും വേറൊരു ചില്ലയുടെ അറ്റത്തിലോട്ട്. ഉടുക്കർ ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. അപ്പം ഒരു ചില്ലയുടെ അറ്റത്ത് നിന്നും വേറൊരു ചില്ലയുടെ അറ്റത്തിലോട്ട് പറന്നു പോകുന്ന പക്ഷി. ഏത് പക്ഷിയാണ്? നീലപക്ഷി. ഇൻ പത്തോമേയും ഉൻ പത്തോമേയും ചിപ്കർ ഗാനെ വാലി ചിടിയ,
ഇൻ പത്തോമേം, പത്തോം എന്ന് പറഞ്ഞാൽ ഇലകൾ, ഇന്നെന്ന് പറഞ്ഞാൽ ഇത്. ഇൻ പത്തോമേം ഉൻ പത്തോമേം, ഈ ഇലകളുടെ ഇടയിലും ആ ഇലകളുടെ ഇടയിലും ചിപ്പിക്കർ, ചിപ്പിക്കർ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, ചിപ്പിക്കർ, ചിപ്പിനാന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക എന്നാണ് അർത്ഥം. ഗാനേ വാലി ചിടിയ, അപ്പം ഇലകളുടെ ഇടയിൽ ഒളിച്ചിരുന്ന് പാട്ട് പാടുന്ന പക്ഷി എന്നാണ് പറഞ്ഞത്. അപ്പം ഈ വരികൾ ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനേ വാലി ചിടിയ, ഈ ചില്ലയുടെ അറ്റത്ത് നിന്നും ആ ചില്ലയുടെ അറ്റത്തിലോട്ട് ഉടുക്കർ ജാനേ വാലി ചിടിയ, പാടി പറന്നു പോകുന്ന, ഉടുക്കർ ജാനേ വാലി പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനേ വാലി ചിടിയ, ഈ ഇലകളുടെ ഇടയിലും ആ ഇലകളുടെ ഇടയിലും ഒളിച്ചിരുന്ന് പാട്ടുപാടുന്ന പക്ഷി ഗാനേ വാലി ചിടിയ. അടുത്ത വരി പര് ഫട്കാക്കർ നീച്ചേ ആക്കർ, പര്, പര് എന്ന് പറഞ്ഞാൽ ചിറക് എന്നാണ് അർത്ഥം. പര് ഫട്കാക്കർ, ഫട്കാക്കർ ചിറകടിക്കുക, ചിറകടിക്കുന്നത് ഫട്കാക്കർ എന്ന് പറയുന്നു. പര് ഫട്കാക്കർ നീച്ചേ ആക്കർ, അപ്പൊ ചിറകടിച്ചത് താഴെ വന്നിട്ട് നീച്ചേ, നീച്ചെ നിന്ന് താഴെ, നീച്ചേ ആക്കർ താഴെ വന്നിട്ട്, നീച്ചെ നിന്ന് താഴെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഊപ്പർ, ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, നീച്ചെ താഴെ, ഊപ്പർ മുകളിൽ. പര് ഫട്കാക്കർ നീച്ചേ ആക്കർ, ചിറകടിച്ച് താഴെ വന്നിട്ട് ദാന ഖാനേ വാലി ചിടിയ, ദാന എന്ന് പറഞ്ഞാൽ ധാന്യം, ഖാനേ വാലി ചിടിയ ആഹാരം, അതായത് ധാന്യം കഴിക്കുന്ന പക്ഷി. അപ്പം താഴെ വന്നിട്ട് ചിറകടിച്ച് താഴെ വന്നിട്ട് ആ പക്ഷി എന്ത് ചെയ്യുന്നു? ധാന്യം കഴിക്കുന്നു. ദാനാ ഖാക്കർ പർ ഫട്കാക്കർ ചട്ട് ഉഡ് ജാനേ വാലി ചിടിയ, ദാനാ ഖാക്കർ, ദാനാ ഖാക്കർ ധാന്യം കഴിച്ചിട്ട്, പര് ഫട്കാക്കർ ചിറകടിച്ചിട്ട്, ചട്ട്, ചട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ചട്ട് അതിൻ്റെ അർത്ഥം പെട്ടെന്ന്, ഉഡ് ജാനേ വാലി ചിടിയ, അപ്പം താഴെ വന്നിട്ട് ധാന്യം കഴിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ ചിറകടിച്ച് മുകളിലോട്ട് പറന്നുപോയി. ചട്ട് ഉഡ് ജാനേ വാലി ചിടിയ. അപ്പം ഈ വരികൾ മനസ്സിലായോ? പര് ഫട്കാക്കർ നീച്ചേ ആക്കർ ദാനാ ഖാനേ വാലി ചിടിയ, ദാനാ ഖാക്കർ പർ ഫട്കാക്കർ ചട്ട് ഉഡ് ജാനേ വാലി ചിടിയ. അടുത്ത വരി ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ. ഇനി വേറൊരു വാക്ക് ഡാലി, ഡാലി എന്ന് പറഞ്ഞാൽ ചില്ല, ഫുൻകി എന്ന് പറഞ്ഞാൽ ചില്ലയുടെ അറ്റം. ഡാലി സേ ഉസ് ഡാലി പർ, അപ്പം ഈ ചില്ലയുടെ അറ്റത്തിൽ നിന്നും ആ ചില്ലയുടെ അറ്റത്തിലോട്ട് ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ, പറന്ന് പറന്നു പോകുന്ന പക്ഷിയും. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസന ആനേ വാലി ചിടിയ, ലാക്ക് ബുലാവും, ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം എന്നാണ് അർത്ഥം. ബുലാവും, ബുലാവും വിളിച്ചാലും, മനസ്സിലായില്ലേ? ബുലാവും എന്ന് പറഞ്ഞാൽ വിളിച്ചാലും. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ, ലേക്കിൻ എന്ന് എന്നാൽ, മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, പാസന ആനേ വാലി ചിടിയ, അപ്പം 1,00,000 പ്രാവശ്യം വിളിച്ചാലും ആ പക്ഷി എന്ത് ചെയ്യുകയില്ല? എൻ്റെ അടുത്ത് വരികയില്ല എന്ന് കവി പറയുകയാണ്. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസന ആനേ വാലി ചിടിയ, അപ്പം 1,00,000 പ്രാവശ്യം വിളിച്ചാലും ആ ചിടിയ എന്ത് ചെയ്യില്ല? എൻ്റെ അടുത്ത് വരില്ല. എന്തുകൊണ്ടായിരിക്കും വരാത്തത്? മനുഷ്യരെ പേടിച്ചായിരിക്കും, അല്ലേ? പേടിച്ചായിരിക്കും ആ കിളി എന്ത് ചെയ്യാത്തത്? നമ്മുടെ കവിയുടെ അടുത്ത് വരാത്തത്. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസന ആനേ വാലി ചിടിയ, 1,00,000 പ്രാവശ്യം വിളിച്ചാലും ആ കിളി എൻ്റെ അടുത്ത് വരില്ല എന്ന് പറയുകയാണ്. ഒന്നുകൂടി നമുക്ക് വരി നോക്കാം. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ, അപ്പൊ ഈ ചില്ലയിൽ നിന്നും ആ ചില്ലയിലോട്ട് ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ, പറന്ന് പറന്ന് പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസന ആനേ വാലി ചിടിയ, 1,00,000 പ്രാവശ്യം വിളിച്ചാലും ആ കിളി എന്ത് ചെയ്യില്ല? എൻ്റെ അടുത്ത് വരില്ല എന്ന് കവി പറയുകയാണ്. വീണ്ടും നമ്മൾ ആദ്യം പഠിച്ച വരികൾ ഒന്നുകൂടെ. നീലേ ആസുമാനസേ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ, നീല ആകാശത്തിൽ നിന്നും താഴെ ഇറങ്ങി നീലി ഏക്ക് നിരാലി ചിടിയ, നീല നിറത്തിലുള്ള
ആ പക്ഷി എങ്ങനത്തെ പക്ഷി? വിചിത്രമായ പക്ഷി. നീലി ഏക്ക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. അപ്പം പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി, പിന്നെ പറന്ന് പാടി നടക്കുന്ന പാടിപ്പോകുന്ന പക്ഷി. അപ്പം ഇതാണ് നീലി ചിടിയ എന്ന് പറഞ്ഞ കവിത. അപ്പം ഈ കവിത എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കവിതയാണ്. അപ്പം കവിയുടെ പേര് ഹരിവംശറായ് ബച്ചൻ. ഹരിവംശറായ് ബച്ചൻ ഹിന്ദി സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് ഹരിവംശറായ് ബച്ചൻ. അദ്ദേഹത്തിൻ്റെ കവിതയാണ് നീലി ചിടിയ. കവിത വളരെ രസകരമായിരുന്നു അല്ലേ? കവിതയിൽ നീലി ചിടിയ, ഒരു നീല നിറത്തിലുള്ള പക്ഷിയെ പറ്റിയാണ് പറയുന്നത്. ആ പക്ഷി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് കവി ഈ കവിതയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കവിത കാണുക, കണ്ടിട്ട് നിങ്ങളിത് ഈ കവിത വായിക്കാനും അതിൻ്റെ ആശയം മനസ്സിലാക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വാക്കിൻ്റെയും അർത്ഥം ഞാൻ പറഞ്ഞു പോകുന്നത് കാരണം നിങ്ങൾക്ക് വാക്കിൻ്റെ അർത്ഥവും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നീലി ചിടിയ, ഹരിവംശറായ് ബച്ചൻ്റെ നീലി ചിടിയ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും. ഏവർക്കും